ഒരു ബലമായി ദൈവം നമ്മോട് കൂടെ വസിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും പതറിപ്പോകാതെ ആമേൻ ദൈവത്തിൽ ആശ്രയിച്ചാണ് നിനക്ക് ഭൂമിയിൽ ജീവിക്കേണ്ടത്. നമുക്ക് എന്ത് വന്നോട്ടെ, ഏത് കാര്യങ്ങളും കടന്നു വന്നോട്ടെ, രോഗത്താൽ ഭാരപ്പെടുന്ന കാര്യങ്ങളാണോ അതും കടന്നു വന്നോട്ടെ, അതുപോലെ തന്നെ ജോലി മേഖലയിലാണോ അതും കടന്നു വന്നു, സാമ്പത്തിക ബുദ്ധിമുട്ടാണോ വരട്ടെ, പക്ഷേ പേടിക്കാതെ നിൽക്കുന്ന ഒരു ഭക്തനാണെങ്കിൽ അവന്റെ കാര്യം നോക്കുവാൻ ദൈവം കൂടെയുണ്ട്. ദൈവം കൂടെയുണ്ട്. യഹോവന്റെ വെളിച്ചമായി തീർന്നിട്ടുണ്ടെങ്കിൽ ആ വെളിച്ചത്തെ ഇരുട്ടാക്കാൻ വേറെ ആർക്കെങ്കിലും സാധിക്കുമോ? എന്നിലൊരു വെളിച്ചമുണ്ടെങ്കിൽ ആ വെളിച്ചത്തെ ഇരുട്ടാക്കാൻ വേറെ വ്യക്തിക്ക് സാധിക്കുമോ? സാധിക്കില്ല. പിന്നെ എന്തുകൊണ്ടാണ് നമ്മളിൽ ഇരുട്ട് കടന്നു വരുന്നത്? ആ ഇരുട്ടിനെ അറിയാതെ നാം സ്വാഗതം ചെയ്യുന്നതുകൊണ്ടല്ലേ? യഹോവന്റെ വെളിച്ചമാണ്, യഹോവന്റെ വെളിച്ചമായി എന്നിൽ ഇരിക്കുക. പിന്നെ എങ്ങനെ ഇരുള് കിടക്കണു? ഇരുളിന് സ്ഥാനമില്ല, ഇരുളിന് സ്ഥാനമില്ല. ഒരു കാലത്ത് അന്ധകാരത്തിലായിരുന്നു, ആമേൻ. അതിൽ നിന്ന് ദൈവം നമ്മെ രക്തം വില കൊടുത്ത് വിലക്കി വാങ്ങി. വേറൊരു സാഹചര്യത്തിലൂടെയോ ഇനി വേറൊരു ബുദ്ധിമുട്ടിലൂടെയോ ഒരിക്കലും എന്നിലും നിങ്ങളിലും ഇരുട്ട് കടത്താൻ വ്യവസ്ഥയില്ല. നാം അനുവദിക്കാതെ ഒരു കാരണവശാലും നമ്മുടെ വെളിച്ചം ഇരുട്ടാകില്ല. ഇപ്പോ ശ്യാമ ഷിപ്പിന്റെ കമ്പനിയിലെ ജോലിയാണ്. ഷിപ്പ് വെള്ളത്തിലൂടെ കടന്നു പോകുമ്പോ ഈ വെള്ളത്തിന്റെ പരിപാടി എന്താണെന്ന് അറിയോ? ഷിപ്പ് വെള്ളത്തിലൂടെ പോകുമ്പോ വെള്ളം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി എന്താണെന്ന് അറിയോ? ദിക്കണതില്ല, അതിന്റെ ഉള്ളിലോട്ട് കയറാനല്ലേ. ഹോൾ ഇല്ലാത്തതുകൊണ്ടല്ലേ വെള്ളം കയറാത്തത്. ആ ഷിപ്പിന് ഹോൾ ഉണ്ടെങ്കിൽ അതിലേക്ക് വെള്ളം കയറും. വെള്ളം കയറിയാൽ എന്ത് സംഭവിക്കും? തീർന്നു അല്ലേ, മുങ്ങും. വെള്ളം കയറിയാൽ ചെറിയൊരു ഹോൾ മതി. ഈ കടലിലൂടെ പോണ വെള്ളത്തിന്റെ ഒരു പ്രത്യേകത, ഈ തിരയൊക്കെ ഒന്ന് അടിച്ച ചെറിയ ഹോൾ മതി. അത് പറഞ്ഞു തരുന്നുണ്ട് വലിയ ഹോളാവും. ആവശ്യത്തിന് വെള്ളം അതോട് കയറി ഇത് അങ്ങനെ താണു പോകും. ഈ ലോകമാൻ ഗംഭീര വാരിധിയിൽ നമ്മളിങ്ങനെ ഈ വിശ്വാസ കപ്പലുമായിട്ട് പോവാ അല്ലെ, പാട്ടൊക്കെ പാടിയാ പോകുന്നേ അല്ലെ. അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസനൊക്കെ പാട്ടൊക്കെ പാടിയാ പോകുന്നേ. ആമേൻ. നമ്മുടെ വിശ്വാസ കപ്പൽ താഴെ പോകുന്ന ഏതെങ്കിലും ഒരു പ്രവൃത്തി നാം കൂട്ടി നിന്നിട്ടുണ്ടോ? ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ ഈ ലോകം നമ്മെ ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കും. ചെറിയൊരു ഹോള് കിട്ടിയാൽ മതി ഇതിനുള്ളിലേക്ക് അരച്ചു കയറാൻ. അങ്ങനെ സംഭവിച്ചാൽ നാം തകർന്നു പോകും. നമുക്ക് നിവർന്നു നിൽക്കാൻ കഴിയില്ല. ദൈവത്തിന്റെ മുന്നിൽ പ്രാപ്തിയോടെ സ്തോത്രം പറയാൻ കഴിയില്ല. ആമേൻ. അപ്പൊ യഹോവന്റെ വെളിച്ചമാണെങ്കിൽ ആ വെളിച്ചത്തെ ഇരുട്ടാക്കാൻ വേറൊരു വ്യക്തിക്കും സാധിക്കില്ല, വേറൊരു ശക്തിക്കും സാധിക്കില്ല എന്ന് അടി ഉറച്ചങ്ങ് വിശ്വസിക്കുക. ആമേൻ. പലപ്പോഴും പലരും പെട്ടുപോയിട്ടുണ്ട്, വീണു പോയിട്ടുണ്ട്. കുടുംബത്തോടുള്ള ബന്ധത്തിലും അതുപോലെ ജോലിയുള്ള ബന്ധത്തിലും അല്ലെ വീണു പോയേക്കാം. വേറൊരു വ്യക്തി എന്ത് ചെയ്തേക്കാം? നമ്മളെ മാനസികമായി പീഡിപ്പിക്കുന്ന രീതിയിൽ, ഭാരപ്പെടുത്തുന്ന രീതിയിൽ സംസാരങ്ങളും പ്രവർത്തികളും കടന്നു വരുമ്പോൾ അറിയാതെ ഇരുളിന്റെ പ്രവൃത്തികളിൽ വാ കൊണ്ട് സംസാരിച്ചു പോയേക്കാം, പ്രവർത്തിച്ചു പോയേക്കാം അല്ലെ. അങ്ങനെയൊക്കെ പറ്റിപ്പോയേക്കാം. മനുഷ്യനാണ്. ദൈവത്തോട് നിലവിളിക്കാൻ നമുക്ക്, കർത്താവേ എന്നോട് ക്ഷമിക്കണമേ. കർത്താവേ യേശു ക്രിസ്തു, എനിക്ക് ലഭിച്ച ആ അത്ഭുത പ്രകാശം നഷ്ടപ്പെടുത്തുവാൻ ഇനി ഞാൻ ഒരിക്കലും കൂട്ടു നിൽക്കില്ല. പിശാച് തന്ത്രശാലിയാ. അവൻ ആരെ വിഴുങ്ങേണ്ടി നോക്കി ഇങ്ങനെ ചുറ്റി നടക്കുക. ഇനി ആ തൊട്ടുകാട് വായിക്കുന്നത്, എന്റെ രക്ഷയുമാകുന്നു ദൈവം. വെളിച്ചം മാത്രമല്ല, രക്ഷയുമാണ്. ഒരു അപകടം കടന്നു വരുമ്പോൾ നമ്മൾ നിലവിളിക്കുന്നത് എന്തും പറഞ്ഞ് നിലവിളിക്കുന്നത്? ഏറ്റവും കൂടുതൽ പിള്ളേര് രക്ഷിക്കണേന്ന് തോന്നുക. പിള്ളേര് രക്ഷിക്കണമെന്നല്ല വിളിക്കുന്നത്. പിള്ളേര് രക്ഷിക്കണ അയ്യോ എന്ന് വിളിക്കുന്നത്. അപ്പ അമ്മ വിളിക്കോളൂ അല്ലെ. അമ്മ ആദ്യം അപ്പ എന്ന് പറയുന്നത് അപ്പ അമ്മ വിളിക്കുള്ളൂ അല്ലെ. അതന്നെ വിളിക്കുന്നത്, അങ്ങനെ വിളിക്കുള്ളൂ. യഹോവ നമ്മുടെ രക്ഷകനായിട്ട് കൂടെയുണ്ട്. നമുക്കൊരു പെട്ടെന്നൊരു ബുദ്ധിമുട്ട് വരുമ്പോ നമ്മൾ എന്താ വിളിക്കുന്നത്? യേശുവേ എന്നല്ലേ വിളിക്കുന്നത്? യേശുവേന്ന് വിളിക്കുള്ളൂ. അല്ലാണ്ട് അയ്യോ പത്തേന്നല്ല വിളിക്കുന്നത്. അതൊക്കെ വിളിക്കുന്നത് പണ്ട് കാലത്ത് അതായിരുന്നു അല്ലെ. അങ്ങനെയൊക്കെ വിളിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയല്ല, യേശുവേ എന്ന് വിളിക്കണേ. ആ ഓൺ ദ സ്പോട്ടിൽ ദൈവന്റെ ആക്ഷനായി ചെറിയൊരു പരിപ്പ് കൂടി നമ്മെ വിടിവിക്കുന്ന കണ്ടിട്ടില്ലേ? സൗഖ്യത്തോടെ ആരോഗ്യത്തോടെ വീണ്ടും നിലനിൽക്കുന്ന കണ്ടിട്ടില്ലേ?
വെളിച്ചമായ ദൈവം നമ്മെ കൂടെ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ദൈവം നമ്മുടെ രക്ഷകന് കൂടിയിട്ടാണ്. ആമേൻ. പിന്നെ നമുക്ക് ഒരു അപ്പന്റെ സ്ഥാനത്ത് അപ്പ പിതാവേ എന്ന് വിളിക്കാനുള്ള ഒരു സ്ഥാനത്തേക്ക് നാം മാറുകയാണ്. നമ്മുടെ ഓരോ ആവശ്യങ്ങളും കടന്നു വരുമ്പോൾ അവിടെ എല്ലാം ദൈവം നമ്മോട് കൂടി ബലപ്പെടുത്തും. ഇനി തൊട്ട് താഴെ പറയുന്നത് എന്താ? ഞാൻ ആരെ ഭയപ്പെടും? ആരെ ഭയപ്പെടും? ഈ ഭയപ്പാടെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് അത് അനുഭവിച്ചവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഈ ഭയം എന്ന് പറയുന്ന സംഗതി അത് അനുഭവിച്ചറിയണം. ആമേൻ. എനിക്കൊരു ചെറുപ്രായത്തില് ഞാൻ ആദ്യം സ്വന്തമായിട്ടൊരു റെഡി ക്യാഷ് കൊടുത്തൊരു ബൈക്ക് മേടിച്ചിരുന്നു. അതെന്റെ ലൈസൻസ് ഒക്കെ എടുത്ത് കഴിഞ്ഞ ഒരു 19-20 വയസ്സിനുള്ളിൽ ഞാൻ അന്ന് ജോലി ചെയ്യുന്ന വ്യക്തിയായിരുന്നു. അപ്പൊ അന്ന് എനിക്ക് വരുമാനം, അന്ന് റബ്ബറൊക്കെ ഇട്ടായിരുന്നു, പ്രിന്റിങ് ചെയ്യുന്നതൊക്കെ ചെയ്തു. അപ്പൊ അന്നൊരു ബൈക്ക്, ആ ബൈക്ക് 1 വർഷം കഴിഞ്ഞപ്പോൾ 1 വർഷം 1 മാസമായപ്പോൾ ഇൻഷുറൻസ് തീർന്നു. അപ്പൊ ഈ ലോൺ എടുക്കുന്ന വണ്ടികൾക്ക് അവര് ഇൻഷുറൻസ് പുതുക്കി തരുന്നു. ഇത് എനിക്ക് അറിയില്ലായിരുന്നു. വണ്ടി ഇടിച്ച് ആ ഇടിച്ച വണ്ടി നിർത്താതെ പോയി. അന്നേരം ഒരു ഭയപ്പാട് വന്നു. അപ്പൊ അന്ന് ഞാൻ നിലവിളിച്ചറിയാമോ? ഞാൻ നിലവിളിച്ച് നേരെ അപ്പച്ചനെ വിളിച്ച അപ്പച്ചനെ ഫോൺ ചെയ്ത് വരുത്താണ്. ആ ടെൻഷൻ, ആ സമയത്ത് ഞാൻ അനുഭവിച്ച ഫീലിംഗ് ഉണ്ട്. ഒരു പേടി, വിഷമവും കൂടിയുണ്ട്. ഇനി എന്ത് ചെയ്യും? കാരണം കൂടെ നിൽക്കുന്ന ആള് വണ്ടി ഇടിച്ച് വേറൊരു അവസ്ഥയിൽ അവനെ ഒരു വണ്ടി, ഇതൊക്കെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. ഞാൻ ഓടി തന്നെ കിടക്കുക. ഒരാളുകൂടി ഉണ്ട് വണ്ടിയുടെ മുന്നിൽ, ഒരാളുകൂടി ഉണ്ടെന്ന് അവിടെ സംസാരമുണ്ട്. ഇതെല്ലാം ഞാൻ കേൾക്കുന്നുണ്ട്. പിന്നെ എന്നെ അവിടെ നിന്ന് എനിക്ക് പുറത്തേക്ക് എത്തിയപ്പോഴാണ് ഞാൻ ഫോൺ നമ്പറൊക്കെ പറഞ്ഞ്, അന്ന് ടെലിഫോൺ ബൂത്തൊക്കെ ഉണ്ട് ഫോണൊക്കെ ചെയ്യാൻ. അപ്പൊ തന്നെ അതിൽ നിന്ന് കോയിനൊക്കെ ഇട്ട് അവിടെ റൂട്ടിലുള്ളവർ വിളിച്ച് പറഞ്ഞ് അപ്പച്ചനെ വിളിച്ചു വരുത്തിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ ഭയമൊക്കെ കടന്നു വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് ആശ്രയിക്കണ ആരെയാ? നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്നത്. പക്ഷെ പലപ്പോഴും നമ്മൾ മനുഷ്യരിലേക്ക് കടന്നു പോകുന്നത്. ഈ കടന്നു പോകുന്നതൊക്കെ നമ്മൾ ചിന്തിക്കണം. ആമേൻ. ചിലപ്പോ ഓടിയെത്തിയേക്കാം. ഈ നേരത്ത് എന്തൊക്കെയാണോ? പൈസ ആണെങ്കിൽ അതിൽ 5000 രൂപയുടെ ഉള്ളൂ. ഇനിയിപ്പോ അവിടെ എത്ര രൂപയാവും? എന്താ എന്നെ തന്നെ വിളിക്കാൻ തോന്നിയില്ല. നമ്മൾ വിളിക്കണവന്റെ ഉള്ളിലെ പ്രതീക്ഷയും ആവശ്യം കേൾക്കുന്നവന്റെ ഉള്ളിലെ ചിന്തയും തമ്മിൽ ഭയങ്കര വ്യത്യാസമാണ്. അതുകൊണ്ട് നമുക്ക് വിളിക്കാൻ പറ്റിയ ഒറ്റ വിളി അത് കർത്താവിനെ മാത്രമേ ഉള്ളൂ. മനുഷ്യനിൽ ആശ്രയിച്ചാലുണ്ടല്ലോ 100 കൂട്ടം കാര്യങ്ങളായിട്ട് മനുഷ്യൻ ജീവിക്കുന്ന, അതും കൂടെ അവനൊരു ഭാരമായിട്ട് പെറുപിറുക്കാൻ ഇടയാക്കി തീർക്കരുത്. ദൈവത്തിലേക്ക് വിളിക്കണം. ഭയം കടന്നു വരുമ്പോഴും ഭയപ്പെടുന്ന ഒരു അനുഭവം ജീവിതത്തിൽ കടന്നു വരുമ്പോഴും ദൈവത്തെ നിലവിളിക്കാൻ നമുക്ക് സാധിക്കണം. പിന്നെ ഞാൻ ആരെ പേടിക്കുന്ന അനുഭവം പ്രാർത്ഥനയ്ക്ക് പോയാൽ നിന്നെ ഞാൻ ഈ കുടുംബത്തിൽ കേട്ടില്ല എന്ന് പറഞ്ഞ എത്ര ആളുകൾ പ്രാർത്ഥനയ്ക്ക് പോയിട്ട് ആ കുടുംബം വരെ രക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, അല്ലെ? ഇനി നീ വീടിനകത്ത് കയറണ്ടെന്ന് പറഞ്ഞ ആട്ടിവിടും എന്ന് പറഞ്ഞ് എന്തായി തീരുമെന്ന് ഓർത്ത് സ്നാനപ്പെട്ട് പേടിച്ച് വന്നപ്പോ ഒരു കുഴപ്പമില്ലാതിരിക്കുന്ന അനുഭവങ്ങൾ ഇറക്കി വിട്ടിട്ടോ വീണ്ടും ആ കുടുംബത്തിലുള്ള എല്ലാവരും നേരിടാൻ സാധിച്ചിട്ടില്ലേ? ആമേൻ. പിന്നെ നമ്മൾ ആരെ പേടിക്കുന്നേ? ഈ മൂക്കിനെ ശ്വാസം വലിച്ചിട്ട് പുറത്തോട്ട് തള്ളിക്കളയാൻ സ്വന്തമായി കഴിവില്ലാത്ത വ്യക്തിയാണോ നാം പേടിക്കുന്നത്? നാം പേടിക്കേണ്ടത് ദൈവത്തെയാണ് പേടിക്കേണ്ടത്. കാരണം എന്നിലും നിങ്ങളിലും എപ്പോ വേണമെങ്കിലും പിശാച് സ്വാധീനം നടത്തിയേക്കാം. അപ്പൊ ദൈവത്തെ ഭയമില്ലാതെയാണ് നാം ജീവിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും പുള്ളി നമ്മുടെ കയ്യിൽ ഒതുക്കിയിരിക്കും പിശാച്. പക്ഷെ ദൈവത്തെ ഭയപ്പെട്ടാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത് എങ്കിൽ ആമേൻ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഒരു കാരണവശാലും പിശാചിന് നമ്മെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. മാതാപിതാക്കളെ അനുസരിച്ച് ജീവിക്കുന്ന മക്കള് വല്ല തെറ്റിൽ നിന്ന് ചാടൂല. കാരണം അപ്പനെ പേടിയാ, അല്ലെങ്കിൽ അമ്മയെ പേടിയാ, ഇല്ലേ? അപ്പനെ പേടി ഉണ്ടാവില്ലേ? അപ്പനെ പേടിയുള്ളതുകൊണ്ട് മക്കളെ ഞാൻ ഈ പരിപാടിക്കില്ല. ചെല്ലണ വാഴ മുട്ടാല് തല്ലുപിടിച്ചിട്ടു ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടോ? പിള്ളേര് പറഞ്ഞിട്ടുണ്ടോ? ഈ മക്കളൊക്കെ വലുതായി കഴിയുമ്പോൾ അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒന്നും താല്പര്യം ഉണ്ടാകില്ല. കാരണം അവർ അപ്പനെ ഭയപ്പെട്ട് കുടുംബത്തെ സ്നേഹിച്ച് മാതാപിതാക്കൾ പറഞ്ഞനുസരിച്ച്. ഇനി പറഞ്ഞനുസരിക്കാതെ നിർത്തിയാലോ, വേണ്ടതുപോലെ പറഞ്ഞു കൊടുക്കാതെ നിർത്തിയാലോ തീരെ തലവേദനയായിരിക്കും വലുതായി കഴിഞ്ഞാൽ. ഇനി പണ്ടത്തെ പോലെ ഇപ്പൊ എൽദോസത്തിന് പണ്ടത്തെ പോലെ വടിയെടുക്കാൻ പറ്റുമോ? വടിയെടുക്കാൻ പറ്റൂല. വടിയെടുത്ത് തല്ലാൻ പറ്റൂല. അതൊരു സമയം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നും അപ്പച്ചനെ കാണുമ്പോൾ നിങ്ങൾ എങ്ങനെയാ ചെയ്യും? നിങ്ങൾ 2-3 മക്കളും 3 പേരല്ലേ? നിങ്ങൾ 3 മക്കളും അപ്പച്ചനെ കാണുമ്പോ ആ പണ്ടത്തെ അടിയുടെ പേടിയിലല്ലേ റെസ്പെക്ട് കാണിക്കുന്നത്. അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റിയിട്ടാ? അതാ വളർത്തി വലുതാക്കുമ്പോൾ അതനുസരിച്ച്
അവരുടെ ഉള്ളിലെ ആ ഭയം കൊണ്ട് അവർ ആ സ്വഭാവം കീപ്പ് ചെയ്തു പോകും. വേണ്ടതുപോലെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്തില്ലെങ്കിലോ, വേണ്ടതുപോലെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്തില്ലെങ്കിൽ എന്തായി തീരും? വലുതായാൽ അവനെ പേടിച്ച് ജീവിക്കണം, അവനെ പേടിച്ച് ജീവിക്കണം, അല്ലെ? അതിലേക്കൊന്നും പോകരുത്, അങ്ങനെയൊന്നും പോകരുത്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, നാം കൂടുതൽ ആശ്രയിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോയാലുണ്ടല്ലോ, നമുക്ക് ഇതിനെ ഒന്നിനും പേടിക്കേണ്ട കാര്യമില്ല. ആമേൻ. തൊട്ട് താഴെ പറയുന്നത്, ഞാൻ ആരെ പേടിക്കും? ഒരു വ്യക്തിയെ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. കാരണം നാം ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുന്ന ദൈവമില്ല. മാതാപിതാക്കളെ മക്കള് ഭയപ്പെട്ട് ജീവിച്ചാൽ മക്കൾ വലുതായി കഴിഞ്ഞാൽ മാതാപിതാക്കള് അവരനുസരിക്കും, മക്കൾ അനുസരിക്കുന്നത് പോലെ. ആമേൻ. കണ്ടിട്ടില്ലേ? വരുമ്പോ തന്നെ ഇരിക്കുന്നവർക്കൊക്കെ എണീക്കുന്നത് കണ്ടിട്ടില്ലേ? റെസ്പെക്ട് കാണിക്കുന്നത് കണ്ടിട്ടില്ലേ? ആമേൻ. ഞാൻ മറ്റൊരു ജംഗ്ഷനിൽ പാസ് ചെയ്ത് കഴിഞ്ഞാൽ കടയുടെ മുന്നിൽ നിർത്തിയാൽ മതി, അവൻ അവിടെ എന്നെ എണീറ്റ് നമ്മുടെ സാറന്മാരോട് വർത്താനം പറഞ്ഞിട്ട് ഇടയ്ക്ക് ഇങ്ങനെ നോക്കും. അവിടെ വർത്താനം പറഞ്ഞു. സ്വന്തം ചേട്ടനാണ്, പ്രായം കൊണ്ട് വ്യത്യാസമുണ്ട്, അതുകൊണ്ട് ആ റെസ്പെക്ട് കാണിക്കും. ഇത് ആരാ പഠിപ്പിച്ചു കൊടുത്തത്? കാരണവന്മാരെ പഠിപ്പിച്ചു. ഇന്നത്തെ കാലത്ത് പിള്ളേര് ആരെങ്കിലും കടന്നത് ഇരിക്കണമെന്നൊന്നും എണീക്കാൻ പോലും തയ്യാറാകില്ല. ഇങ്ങനെ കാല് നീട്ടി ഇരിപ്പണ്ടി ഒന്ന് പോയി കഴിഞ്ഞാൽ ആ കാലൊന്ന് പുറകോട്ട് വലിച്ചു മാറ്റാൻ പോലും തയ്യാറാകില്ല. അതുപോലെ ആരെയും പ്രായമായൊരു അവിടെ ഇരിപ്പണെങ്കിൽ എന്ത് ചെയ്യും? ആ കാല് കവച്ചു വെച്ച് പോകാൻ ഒരു മടിയില്ല. പക്ഷെ ഇതൊക്കെ ചെറുപ്പം പോലെ മാതാപിതാക്കളെ പഠിപ്പിച്ചതുകൊണ്ട് എന്തായി? അവര് പ്രായമായപ്പോൾ മാതാപിതാക്കളെ അതിലേറെ പ്രായമായി അവരെ റെസ്പെക്ട് കൊടുക്കാൻ തുടങ്ങി, അവരെ ബഹുമാനിക്കാൻ തുടങ്ങി, കീഴടങ്ങാൻ തുടങ്ങി. കാരണം എന്താ? പണ്ട് വന്നത്. ഇനി നമ്മളും ഇവിടെ അങ്ങനെയായിരിക്കണം. ഈ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് നാം ദൈവത്തിന്റെ പൈതലായിത്തീരുമ്പോൾ, ശിശുവായിരിക്കുമ്പോൾ തന്നെ മുതിർന്ന അനുഭവത്തിലേക്ക് കടന്നു പോകുന്നതിന് മുമ്പ് തന്നെ ആമേൻ പഠിക്കേണ്ടതായ കാര്യങ്ങളെല്ലാം പഠിച്ച് ആ നിയമപ്രകാരം ജീവിക്കണം. അങ്ങനെ ജീവിച്ചാൽ നാം ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുമ്പോൾ, ഹല്ലേലൂയ, ഒരു ശക്തിയെ നാം പേടിക്കേണ്ടതായ കാര്യമില്ല. 27-ാം സങ്കീർത്തനത്തിൽ 11-ാമത്തെ വാക്യം പറയുന്നു, യഹോവേ, നിന്റെ വഴി എന്നെ കാണിക്കണമേ, എന്റെ ശത്രുക്കൾ നിമിത്തം നേരെയുള്ള പാതയിൽ എന്നെ നടത്തണമേ. നോക്കിയേ, നിന്റെ വഴി എന്നെ കാണിക്കണമേ. അത് അങ്ങനെ വഴി കാണിക്കണമേ എന്ന് നമുക്ക് ആവശ്യപ്പെടണമെങ്കിൽ നമുക്ക് ദൈവമായി നല്ലൊരു ബന്ധം ഉണ്ടായിരിക്കണ്ടേ? ദൈവമായി നിന്റെ ശത്രുക്കൾ നിമിത്തം നേരെയുള്ള പാതയിൽ എന്നെ നടത്തണമേ. നോക്കിയേ, ഒരു ഭക്തൻ നിലവിളിക്കുക, നമ്മളെ ഇറിറ്റേഷൻ കൊണ്ടുവരുന്ന, വേദനിപ്പിക്കുന്ന, ആമേൻ, നമുക്ക് ഇനി എന്ത് ചെയ്യും? ഞാൻ അത്രയ്ക്ക് വിശ്വസിച്ചു പോയിട്ടാണ് എന്നെ ചതിച്ചത്, ഇനി ഞാൻ എന്ത് ചെയ്യുമെന്ന് ഓർത്ത് ഭാരപ്പെട്ടിട്ട് പിന്നെ വ്യാകുല ചിന്തകളാ, പിന്നെ ആത്മീയമായ ചിന്തകൾ ഒന്നും തലയിൽ കയറുന്നു വരില്ല. പിന്നെ വ്യാകുല ചിന്തകൾ കടന്നു വന്ന് ആമേൻ വിശ്വാസത്തിൽ നിന്ന് തെറ്റിപ്പോകുന്ന എത്രയോ ആളുകളുണ്ട്. ഒരു ഭർത്താവ് വിചാരിച്ചാൽ മതി ഭാര്യയുടെ വെളിച്ചം നഷ്ടപ്പെടുത്താൻ. ഒരു ഭാര്യ വിചാരിച്ചാൽ മതി ഭർത്താവിന്റെ വെളിച്ചം നഷ്ടപ്പെടുത്താൻ. നിസ്സാര കാര്യം മതി ഉൾക്കൊള്ളാൻ പോലും. മക്കൾ ചെയ്താലോ? മക്കൾ ചെയ്താൽ മാതാപിതാക്കളുടെ വെളിച്ചം നഷ്ടപ്പെടും. ആമേൻ. ഇതിന്റെ എല്ലാം നടുവിൽ നാം നിൽക്കണം എന്നുണ്ടെങ്കിൽ ദൈവത്തെ ഭയം വേണം. ദൈവത്തെ ഭയമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ഇതിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കുള്ളൂ. ആമേൻ. ഇവിടെ പറയുന്നത്, നിന്റെ ശത്രുക്കളുടെ നിമിത്തം നേരെയുള്ള പാതയിൽ. നമ്മൾ ശത്രുക്കൾ എന്നൊക്കെ പറയുമ്പോൾ, ഹല്ലേലൂയ, ആമേൻ, ദുഷ്ടം കൊണ്ടുവരുന്ന ചില ചിന്തകൾക്ക് കീഴ്പ്പെട്ട ചില ആളുകൾ നമ്മെ ഉദ്ദേശനാക്കി ഭയങ്കരമായിട്ട് വെറുപ്പിച്ചിടുന്നു. ഈ വെറുപ്പിക്കുമ്പോ നമുക്ക് നേരെയുള്ള പാതയിലൊന്നും നടക്കാനൊന്നും പറ്റൂല. നമ്മൾ പോകുന്നതൊക്കെ വേറെ വഴിയിലൊക്കെ പോകും. വേറെ വഴികളെന്ന് വെച്ച് കഴിഞ്ഞാല് കൂട്ടായ്മ ഉണ്ടാവൂല, ആരാണെങ്കിലും തിരക്കില്ല, പാട്ട് പാടൂല, സ്വതന്ത്രം പറയില്ല, തോന്നി വഴികളെ. ഇഷ്ടംപോലെ വഴികളുണ്ടല്ലോ, അതിലൊക്കെ ഉള്ളുവഴികളൊക്കെ ഉണ്ടല്ലോ, ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അപ്പൊ അതിലൊക്കെ മാറി നിൽക്കും, ഇങ്ങനെ എളുപ്പത്തിന് മാറി നിൽക്കും. നേരെയുള്ള വഴികളെ പോകണം, നേരെയുള്ള വഴികളെ. ശത്രുക്കൾ നിമിത്തം നേരെയുള്ള വഴികൾ. നമുക്ക് പലപ്പോഴും നേരെയുള്ള വഴികൾ നടക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിന് ഒരുപാട് ഒരു ഇത് തോന്നും, അല്ലെ? ധൈര്യക്കുറവോ പേടിയൊക്കെ തോന്നും. പക്ഷെ അതിലൂടെ തന്നെ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോഴോ ആ സഞ്ചാരം ഒരു സുഖമായിട്ട് തോന്നാറില്ലേ? ഞാൻ ഇന്ന് രാവിലെ ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത്, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കുറച്ച് ദിവസം പ്രാർത്ഥനയ്ക്ക് വേണ്ടി വേർതിരിക്കണം ഇങ്ങനെ ഞാൻ ഇന്ന് തീരുമാനിച്ചുറപ്പിച്ച് ഞാൻ സുഹൃത്ത് പാസ്റ്ററൊക്കെ ആയിട്ട് വിളിച്ചൊക്കെ ഞങ്ങൾ സംസാരിച്ച് ഈ വീഡിയോയുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു, ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ സംസാരിച്ചതിന് ശേഷം ഞാനൊരു തീരുമാനം എടുത്തു. ഇനി അത് നീട്ടിക്കൊണ്ട് പോകണ്ട. ഒരു തീരുമാനം എന്താണ്? പ്രാർത്ഥിക്കാം. അതല്ല, നമ്മളെ തന്നെ ഇങ്ങനെ ആശ്രയിച്ച് പോണേ കഥയില്ല. പ്രാർത്ഥിക്കാം. ചില വിഷയങ്ങൾ ഇങ്ങനെ ഭാരപ്പെടുത്താൻ തുടങ്ങി.
ഭാരപ്പെടുത്തുന്നു. അപ്പൊ ആ വിഷയങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാനും കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ അന്ന് കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ഈ കഴിഞ്ഞ മാസമാണ്, കഴിഞ്ഞ മാസമല്ല ഞാൻ ഫാസ്റ്റിംഗ് ആരംഭിച്ചത്. ഞാൻ ജനുവരി ഒരു 10 തീർന്നത്. അപ്പൊ ഞാൻ ആലോചിച്ചു ആ സമയം വരെ നിൽക്കാൻ എനിക്ക് പറ്റണില്ല, പ്രാർത്ഥന തുടങ്ങാം, പ്രാർത്ഥന 21 ദിവസം വന്ന് തുടങ്ങാം എന്ന് തീരുമാനിച്ച് ഞാൻ ഇന്ന് പ്രാർത്ഥിച്ച് ഒരുമിച്ച് തീരുമാനമെടുത്ത് ഞാൻ ഇവിടുന്ന് സന്തോഷത്തോടെ ഭവനത്തിലേക്ക് കടന്നു. പോകുന്ന വഴിയിലൊക്കെ ധ്യാനിച്ചുകൊണ്ടിരിക്കും, കർത്താവേ എൻ്റെ ഉള്ളിലെ ആഗ്രഹങ്ങൾ സാധിക്കുന്നു. ഞാൻ അന്ന് പ്രാർത്ഥിച്ചത് എനിക്ക് ദൈവസഭയിൽ പുതിയ ആത്മാക്കൾ കിട്ടണം എന്ന് ഞാൻ അന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും പറയുന്ന നമ്മുടെ കുറെ കാര്യങ്ങൾ നമുക്ക് പെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ വിഷയങ്ങളൊക്കെ നമ്മളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം എന്ന് ഇതൊക്കെ ചിന്തകൾ കടന്നു വരാം. ഇങ്ങനെ ചിന്തകൾ കടന്നു വരുമ്പോൾ നമ്മൾ പിന്നെ നേരെ പഠിക്കണം തന്നെയല്ലേ പോകുള്ളൂ, വളഞ്ഞ വഴി നോക്കൂ. ദൈവം ഒരു ആലോചന തരുമ്പോൾ ആ ആലോചനയ്ക്ക് കീഴ്പ്പെടുന്ന ഒരു വ്യക്തി ഒരിക്കലും വളഞ്ഞ വഴിയുടെ മാറില്ല, എളുപ്പം നോക്കൂല, അതിൽ ഉറച്ചു നിൽക്കും. ഇപ്പോ ഈ ഒരു ചിന്ത ഇങ്ങനെ കടന്നു വന്ന് നമ്മൾ തീരുമാനിച്ച് ഉറപ്പിക്കുമ്പോൾ ഏതെങ്കിലും വ്യക്തി നമ്മളെ പെട്ടെന്ന് ആ വെളിച്ചം ഇരുട്ടാക്കുന്ന ഏതെങ്കിലും പ്രവൃത്തി എന്റെ മുഖത്തേക്ക് നോക്കിയാൽ അപ്പൊ തിരിച്ചറിയാം, ഇല്ലേ? അപ്പൊ തിരിച്ചറിയാൻ സാധിക്കും. അങ്ങനെ ഉണ്ടോ? അങ്ങനെ ആരെങ്കിലും ജയം കൊടുത്തിട്ടുണ്ടോ? എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നാം ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കണം. ദൈവത്തെ ഭയപ്പെട്ട് ജീവിച്ചില്ല എങ്കിൽ ആ നമ്മളെടുത്ത തീരുമാനം മുന്നോട്ട് കൊണ്ടാൽ പിശാച് തന്ത്രശാലിയാ. ഗൗരവത്തോട് ബുദ്ധി അങ്ങ് ശരിക്കും പ്രവർത്തിച്ചോളണം. അവന്റെ തന്ത്രങ്ങൾ നാം അറിയാത്തവരല്ലോ. എടുത്ത തീരുമാനം എന്താ? ഫാസ്റ്റിംഗ് എടുക്കണം, പ്രാർത്ഥിക്കണം. ഈ വിഷയം എടുത്ത തീരുമാനങ്ങൾ ഞാൻ ഒന്നും പറയുന്നില്ല, അതുമേൽ ഒരു ജയം എടുക്കണം. 1-ാം ദിവസം തന്നെ തകർത്തു കളയുന്ന രീതിയിൽ വെളിച്ചം ഇരുട്ടാക്കുന്ന ഏതെങ്കിലും പ്രവൃത്തി കടന്നു വന്നാൽ എന്ത് മനസ്സിലാക്കിക്കോളണം? ഇരുന്നാൽ പ്രയോജനമുണ്ട്, അല്ലെ? ഇരുന്നാൽ പ്രയോജനമുണ്ട്. നേരെയുള്ള വഴിയിലൂടെ നടക്കണമെങ്കിൽ എന്ത് വേണം? ദൈവത്തെ ഭയം വേണം. ദൈവത്തിന്റെ വചനം പറയുന്നു, നിന്റെ ശത്രുക്കൾ നിമിത്തം നേരെയുള്ള പാതയിൽ നടത്തണമേ. ദൈവത്തെ ഭയം വേണം. ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തെ കീഴ്പ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ നേരെയുള്ള വഴിയിലൂടെ പോകാൻ പറ്റുള്ളൂ. അതല്ലാതെ പോകുന്നവരെല്ലാം വളഞ്ഞ വഴിയിലൂടെ നടക്കും. വളഞ്ഞ വഴിയിലൂടെ നടന്നാൽ ദൈവത്തിന്റെ ആ ആഗ്രഹം, നമ്മളിലൂടെയുള്ള ആഗ്രഹം നിർവഹിക്കാതെ പിന്നെ സംഭവിക്കാൻ പോകുന്നത്, അതിനു വേണ്ടി ദൈവം വേറൊരാളെ തെരഞ്ഞെടുക്കും. അതാണോ നമ്മളിൽ വേണ്ടത്? ആ ഒരു ചിന്തയാണോ നമ്മളിൽ വേണ്ടത്? അതല്ല വേണ്ടത്. എന്നിലൂടെ നിറവേറേണ്ടത് അത് എന്നിലൂടെ നിറവേറണം. എന്റെ നേരെ ഏത് ശത്രുവാണോ കാണിക്കുന്നത് അത് ദൈവം നോക്കിക്കോളും. ആ ഒരു ഉറപ്പ് നമുക്കുണ്ടായിരിക്കണം. പിന്നെ നമ്മുടെ നേരെ വേദനിപ്പിക്കുന്ന, ഭാരപ്പെടുത്തുന്ന ആളുകൾക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാൻ നമ്മൾ തയ്യാറാണ്. അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാനും തയ്യാറാണ്. ആമേൻ. ഇനി തിരിച്ചറിയണം, ഒരു കപ്പല് നേരത്തെ പറഞ്ഞ പോലെ സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ആ ജലം അതിന്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി വെപ്രാളപ്പെടുക. അങ്ങനെ തന്നെയാണ് ഈ ലോകത്തിലൂടെ നാം യാത്ര ചെയ്യുമ്പോൾ ഈ ദുഷ്ടന്റെ തന്ത്രങ്ങൾ ഉണ്ടല്ലോ, പിശാചി കൊണ്ടുവരുന്ന തീയമ്പുകൾ എന്നൊക്കെ പറയാല്ലേ, അത് നമ്മുടെ തുളച്ച് കീറാൻ വേണ്ടി പല രീതിയിലും കടന്നു വരും. നമ്മളെ കുറിച്ച് ഇല്ലാത്ത പറഞ്ഞുണ്ടാക്കും, അനാവശ്യമായ സംസാരങ്ങൾ കൊണ്ടുവരും. നമുക്ക് വരുന്ന ചില ബലഹീനതകൾ ഉയർത്തിപ്പിടിക്കും. കണ്ടോ എന്ന് പറഞ്ഞ് ഉയർത്തിപ്പിടിക്കും. നമുക്ക് നിവർന്നു നിൽക്കുമ്പോൾ ഒന്ന് പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് മാറ്റിയിടും. ആലോചിച്ച് നോക്കിയേ. അങ്ങനെ ഒരിക്കലും എന്നിലും നിങ്ങളിലുമുള്ള വെളിച്ചം നഷ്ടപ്പെടുത്തി കളയുവാൻ അനുവദിക്കരുത്. ഇന്ന് കേട്ട വചനം എല്ലാം, ആമേൻ, ലിജോ പറഞ്ഞ വചനത്തിലൂടെയും സങ്കീർത്തനത്തിലൂടെയും ഇന്നലെ വൈകുന്നേരം കേട്ടത് എല്ലാം നമ്മുടെ വെളിച്ചം തകർത്ത് കളയാൻ രീതിയിൽ പല തന്ത്രമായി പിശാച് കടന്നു വന്നേക്കുന്നു. അതിന്റെ നടുവിൽ നാം ശക്തിയുള്ളവരായിരിക്കണം. യഹോവന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാകുന്നു. ആമേൻ. യഹോവന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടുന്നു. യഹോവന്റെ ജീവന്റെ ബലം. ഉള്ളിലൊരു ജീവനുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും സംസാരിക്കാനും നിങ്ങളെ കാണാനും ഈ ആശയവിനിമയം നടത്താനൊക്കെ സാധിക്കുന്നത്. യഹോവന്റെ ജീവന്റെ ബലമാണ്, ഞാൻ ആരെ പേടിക്കും. ഈ ഒരു ഉറപ്പ് ഈ വചനം കേട്ട ദൈവമക്കൾ നിങ്ങളിൽ എല്ലാവർക്കും ഉണ്ടായിരുന്നു. നമ്മൾ ഇന്ന് എനിക്ക് വേണ്ടി, എനിക്ക് വെളിച്ചമായി തീർന്ന, എനിക്ക് ജീവനായി തീർന്ന, ജീവന്റെ ബലമായി തീർന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ കഷ്ടാനുഭവത്തെ, യേശു ആ കഷ്ടം സഹിച്ചില്ല എങ്കിൽ ഇന്ന് എനിക്ക് ഈ ഒരു അനുഭവത്തിൽ നിൽക്കാൻ സാധിക്കില്ല, അല്ലെ? ഒരു വെളിച്ചമായി, യേശുവിന്റെ ഒരു വെളിച്ചമായി വസിക്കുന്നുണ്ടല്ലേ നമുക്ക് ഈ ഒരു സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ അന്ധകാരത്തിലല്ലേ, എന്താ ഏതാണെന്നൊന്നും അറിയാത്തൊരു അനുഭവത്തിൽ
പക്ഷെ നമ്മൾ അത്ഭുത പ്രകാശത്തിലേക്ക് ദൈവം നമ്മെ വിളിച്ചു വർദ്ധിച്ചു. ആ ഒരു നല്ല മനസ്സോടുകൂടെ ആമേൻ കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ കുറവുകൾ നമുക്ക് ഏറ്റു പറയാം. നിരക്കുകൾ പ്രാപിക്കേണ്ട കാര്യങ്ങൾക്ക് നിരക്ക് പ്രാപിക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും ആണെങ്കിലും ആമേൻ പരസ്പരം പറയേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞ് ഒരു നിരക്ക് പ്രാപിച്ച് ഇതിലേക്ക് കരങ്ങളെ നീട്ടാം. അതല്ലാതെ ഇതിലേക്ക് കരങ്ങളെ നീട്ടല്ലേ. പക്ഷെ ഇതിന് ഒഴിവായി നിൽക്കാനും വ്യവസ്ഥയില്ല. ഏറ്റു പറയുന്നത് ഏറ്റു പറഞ്ഞോളണം. ഇതെന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ചെയ്യുന്നത്. ഇതെന്റെ ഓർമ്മയ്ക്കായിട്ട് കർത്താവായ യേശു ക്രിസ്തു എന്റെ പാപത്തിന്റെ പരിഹാരമായി കാൽവറിയിൽ യാഗമായി തീർന്നു. ഇതെന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഈ ചെയ്യുന്നത്. ഇന്ന് എന്നിലുള്ള ഈ വെളിച്ചം അത് കർത്താവായ യേശു ക്രിസ്തു എനിക്ക് വേണ്ടി കാൽവറിയിൽ യാഗമായതുകൊണ്ട് ഞാൻ ഈ വെളിച്ചത്തിന് യോഗ്യനായി തീർന്നു. ആമേൻ. ഈ രക്ഷ എനിക്ക് ലഭിച്ചത് കർത്താവായ യേശു ക്രിസ്തു എനിക്ക് വേണ്ടി കാൽവറിയിൽ യാഗമായി തീർന്നുകൊണ്ട് ആ ഗോൽഗോത്ത മലയിൽ സകല മനുഷ്യരെ കാണുകെ അവൻ എന്റെ പാപത്തിന് വേണ്ടി യാഗമായി തീർന്നു. എനിക്ക് വേണ്ടി അടികളേറ്റു, എനിക്ക് വേണ്ടി തുപ്പലേറ്റു. കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഒരിക്കലും അവൻ വേദനിക്കുന്നു എനിക്ക് വയ്യ എന്ന് പറഞ്ഞിട്ടില്ല. എന്റെ നിങ്ങളുടെ മുഖം കണ്ടതുകൊണ്ട് മാത്രമാണ്. യേശു ഉപദ്രവിച്ച ആളുകളോട് യേശു പറഞ്ഞൊരു കാര്യമുണ്ട്. ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ. ഈ വെളിച്ചമായി തീർന്ന കർത്താവായ യേശു ക്രിസ്തു മാത്രം വെളിച്ചമായി തീർന്ന എന്നിലും നിങ്ങളിലും ഉണ്ടാകേണ്ട ഏറ്റവും വലിയൊരു പ്രത്യേകത അതുകൂടിയാ. നമ്മെ ദ്രോഹിക്കുന്നവരോട് ക്ഷമിക്കുവാൻ കർത്താവ് കാണിച്ച മാതൃക, അവസാന നിമിഷവും കർത്താവ് കാണിച്ച മാതൃക. ആമേൻ. നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. എത്ര ഭാഗ്യം നിറഞ്ഞവരാണ് നമ്മൾ നോക്കിയേ. ആ കർത്താവായ യേശു ക്രിസ്തു മാത്രം വെളിച്ചം ലഭിച്ചപ്പോൾ ഈ ഭൂമിയിലെ ജീവിതവും മനസ്സിലാക്കി, വരുവാനുള്ള ഭൂമിയിലെ ജീവിതവും മനസ്സിലാക്കി. ആ വെളിച്ചം കടന്നു വന്നുകൊണ്ടല്ലേ. ആ വെളിച്ചം വന്നില്ല എങ്കിൽ വരുവാനുള്ള ഭൂമിയെ കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. എത്ര ഭംഗിയായിട്ട് ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നാൽ. പാട്ടെല്ലാം പാടാൻ തുടങ്ങി അല്ലെ. നമ്മൾ അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസമുള്ളൂ. ആമേൻ. അത് തിരിച്ചറിയാൻ തുടങ്ങി. ഇതറിയാതെ ജീവിച്ച ഒരു ജീവിതം ഉണ്ടായിരുന്നു അല്ലെ. ഈ ഭൂമിയിലെ ജീവിതവും മനസ്സിലാക്കി തന്നു, വരുവാനുള്ള ഭൂമിയിലെ ജീവിതവും മനസ്സിലാക്കി തന്നു. ഈ ഒരു വെളിച്ചത്തിന്റെ പ്രത്യേകത അതാ. ഞാൻ ആരെ പേടിക്കണേ, നീ ഞാൻ എന്തിനാ പേടിക്കുന്നേ? നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. നമ്മൾ ഇതിലേക്ക് കരങ്ങൾ നീട്ടുമ്പോൾ ഹല്ലേലൂയ, നമ്മുടെ കുറവുകളെല്ലാം ദൈവത്തോട് ഏറ്റു പറയാം.